Good afternoon. Welcome back. Audible ആണല്ലോ. Good afternoon. Yes, ma'am. നമുക്കിനി ലാസ്റ്റത്തെ ഒരു പോർഷനും കൂടെ നോക്കാണ്ട് ഇവിടെ നോട്ടല്ലേ. ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഈ ടൈപ്സും പിന്നെ അതുപോലെ തന്നെ അപ്രോച്ചും. ആകെ ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ഈ ഫസ്റ്റത്തെ ചാപ്റ്ററിന്ന് ചോദിച്ചിട്ടുള്ളത്. ടൈപ്സ് ഓഫ് കൗൺസിലിംഗ് ആൻഡ് അപ്രോച്ചസ്. അപ്രോച്ചസ് എന്ന് പറയുമ്പോൾ ഈ 4 കേട്ടോ. ബേസ്ഡ് ഓൺ ദ അപ്രോച്ച് ദാറ്റ് ഈസ് അലൗഡ് ഇൻ കൗൺസിലിംഗ്. അപ്പൊ അതാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ, അപ്രോച്ച് ആൻഡ് ടൈപ്സ്. അപ്പൊ ടൈപ്സ് 3 വരുന്നുണ്ട്. ആൻഡ് അപ്രോച്ചസ് ചോദിച്ചു കഴിഞ്ഞാൽ ഡെവലപ്മെന്റൽ, ഫെസിലിറ്റേറ്റീവ്, ക്രൈസിസ്, പ്രിവെന്റീവ്. ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം ഇതിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. അടുത്തത് ട്രെയിനിങ് ആൻഡ് പ്രൊഫഷണൽ ആസ്പെക്ട്സ് ഓഫ് കൗൺസിലിംഗ്. There are 4 types of professional credentials imperative for counseling. 4 കാര്യങ്ങളാണ് കൗൺസിലിംഗിന് പ്രൊഫഷണലി നമുക്ക് പറയാനായിട്ടുള്ളത്. ഇൻസ്പെക്ഷൻ ഉണ്ടായിരിക്കും, രജിസ്ട്രേഷൻ, സർട്ടിഫിക്കേഷൻ, ലൈസൻഷൻ. 4 കാര്യങ്ങൾ ഒരു പ്രൊഫഷണൽ ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഈ 4 കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതിൽ ആദ്യത്തെയാണ് ഇൻസ്പെക്ഷൻ. It refers to examining of the activities of practitioners of a profession by a government agency to ensure establish that they are practicing in a manner consistent with the public safety, health and welfare. Inspection എന്ന് പറയുമ്പോൾ എന്താ, ഒരു ഏജൻസികൾ, അതായത് പ്രൊഫഷണൽ ആയിട്ടിരിക്കുന്നത് ഓക്കെ ആണോ, നല്ല രീതിക്കുള്ള ഒരു ട്രീറ്റ്മെന്റ് ഈ ഒരു വ്യക്തി കൊടുക്കുന്നുണ്ട്, ഇതൊക്കെ അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇൻസ്പെക്ഷൻ ചെയ്യാം. അപ്പൊ ചിലപ്പോൾ അത് ഗവൺമെന്റ് ഏജൻസികളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഫഷണൽ ബോഡീസ് ആയിരിക്കാം, ഈ കൗൺസിൽസ് ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംഭവമായിരിക്കും ഈ ഒരു ഇൻസ്പെക്ഷൻ ചെയ്യുന്നത്. അടുത്തതാണ് രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ മസ്റ്റ് ആണല്ലോ, ഒരു പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഇമ്പോർട്ടന്റ് ആണ്. Recognition as a profession requires its practitioners to register themselves with some professional organization. കണ്ടോ, ഈ ഒരു പ്രൊഫഷൻ ആയിട്ട് ഇരിക്കുന്ന വെച്ചെങ്കിൽ എന്ത് വേണം, ഒരു പ്രൊഫഷണൽ ഓർഗനൈസേഷനുമായിട്ട് ഒരു രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. The organization has specific standards outlined for the practitioners to comply with and quality these so as to gain legal recognition as a registered professional counselor. ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ ലീഗലി നമ്മൾ റെക്കഗ്നൈസ്ഡ് ആവണം. അതിന് വേണ്ടിയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ലോക്കൽ അതോറിറ്റീസിലൊക്കെ രജിസ്റ്റർ ചെയ്യുക അല്ലെ, അതുപോലെ തന്നെ നമ്മുടെ കൗൺസിൽ, നാഷണൽ കൗൺസിലൊക്കെ രജിസ്റ്റർ ചെയ്യുക. അപ്പൊ ആകുമ്പോൾ നമ്മൾ ആ ഒരു പ്രൊഫഷണൽ ആയിട്ട് ഇരിക്കുന്നുണ്ട്, അത് റെക്കഗ്നൈസ്ഡ് ആയിരിക്കണം. അതല്ലാതെ ലൊട്ടിലൊടാക്ക് വൈദ്യന്മാരൊക്കെ ഇപ്പൊ കുറെ പേര് ഇരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ വെറുതെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിലാണ് അത്ര ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് അടുത്ത പറയുന്നത് സർട്ടിഫിക്കേഷൻ. It refers to a professional, statutory or non-statutory process wherein an agency or a government body grants recognition to an individual as a professional in the field who meets the prescribed qualification. നമുക്കൊരു ക്വാളിഫിക്കേഷൻ വേണം. സൈക്കോളജിസ്റ്റ് ആയിട്ട് ഇരിക്കണം എന്നുണ്ട് വെച്ചെങ്കിൽ PG മാത്രം മതി. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ PG മാത്രം മതി. അപ്പൊ എന്ത് വേണം, അതിന്റെ ഒരു സർട്ടിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. സർട്ടിഫൈഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുന്നതിൽ ഒരു കാര്യം, നമുക്ക് വേണമെങ്കിൽ അഡ്വൈസ് കൊടുക്കാനായിട്ട് പറ്റും. ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ അഡ്വൈസ് കൊടുക്കാനായിട്ട് പറ്റും. പക്ഷെ റെക്കഗ്നൈസ്ഡ് ആയിട്ട് ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ പറയുന്ന ഇൻസ്പെക്ഷൻ ഉണ്ടായിരിക്കും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന്, രജിസ്ട്രേഷൻ നിർബന്ധമാണ്, സർട്ടിഫിക്കേഷൻ നിർബന്ധമാണ്. ഇനി അടുത്തതാണ് ലൈസൻഷർ. It is a process by which a government agency grants permission to the individual who meets the requisite qualification to perform the specific function as a professional. Licensure എന്താ, അപ്പൊ ഗവൺമെന്റ് ലൈസൻസ് കൊടുക്കുകയാണ്. ഇപ്പൊ ഈ ഒരു വ്യക്തി സൈക്കോളജിസ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്, ലൈസൻസ് ഗവൺമെന്റ് ആൾക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ ലൈസൻസ് കൊടുക്കും. 4 കാര്യങ്ങളാണ് എന്തിൽ വേണ്ടത്, നമുക്ക് ഒരു പ്രൊഫഷനായിട്ട് ഇരിക്കണമെങ്കിൽ വേണ്ടത്. ഇതൊക്കെയാണോ 4 മറക്കരുത്. വന്നിട്ടില്ല ക്വസ്റ്റ്യൻസ് ഒന്നും, ആ ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. എങ്കിലും നമ്മൾ എന്ത് വേണം,
ഈ പറയുന്നത്. അപ്പൊ ഒഫീഷ്യലി നമുക്ക് കൗൺസിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ. ആദ്യത്തെ നമ്മൾ ഇൻസ്പെക്ഷൻ പറഞ്ഞു, അതായത് കൗൺസിലറിന്റെ വർക്ക് ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് ഇൻസ്പെക്ഷൻ, പരിശോധന എന്നുള്ള രീതിയിൽ. അപ്പൊ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും അതോറിറ്റി കൗൺസിലിംഗ് സർവീസസോ ഇത് ഇവാലുവേറ്റ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ രജിസ്ട്രേഷൻ ആണ് പറഞ്ഞത്. ഒരു പ്രൊഫഷണൽ ബോഡിയിൽ നമ്മൾ പേര് രജിസ്റ്റർ ചെയ്യാം. ഒരു കൗൺസിലർ അസോസിയേഷനിലോ അങ്ങനെയൊക്കെ രജിസ്റ്റർ ചെയ്യുന്നുണ്ടാണ്, അത് റെക്കഗ്നൈസ്ഡ് ആയിരിക്കും. ഇനി അടുത്തതാണ് സർട്ടിഫിക്കേഷൻ. കൗൺസിലിംഗ് പഠിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കാനുള്ള രേഖ. ഓക്കെ. മൂന്നാമത് പറഞ്ഞ എന്താണ്? ലൈസൻസ്. ലൈസൻസ് അനുമതി ഉണ്ടായിരിക്കും. ഒഫീഷ്യലി നമ്മൾ കൗൺസിലിംഗ് പ്രാക്ടീസ് ചെയ്യാനും നമുക്ക് ഗവൺമെന്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൗൺസിലിംഗ് ബോർഡോ നൽകുന്ന ഒരു രേഖ, നമുക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ കൗൺസിലർ പ്രിപ്പറേഷൻ ആൻഡ് ട്രെയിനിങ് ഇൻവോൾവ്സ് മെയിൻലി 2 things, അക്കാഡമിക് പ്രിപ്പറേഷൻ ആൻഡ് പ്രാക്ടിക്കൽ സ്കിൽസ്. അപ്പൊ ഇത് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ 2 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വേണ്ടത്. ഏതൊക്കെയാണ്? അക്കാഡമിക് പ്രിപ്പറേഷനും പ്രാക്ടിക്കൽ സ്കിൽസും വേണം. നമ്മൾ പുസ്തകത്തിൽ മാത്രം പഠിച്ചാൽ പോരാ, പ്രാക്ടിക്കൽ സ്കിൽസ് ഉണ്ടായിരിക്കണം. ആൻഡ് കൗൺസിലർ നീഡ്സ് ടു ഹാവ് പ്രോപ്പർ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ വിത്ത് എ ഗ്രൗണ്ടിങ് ഇൻ ദ ബേസിക്സ് ഓഫ് കൗൺസിലിംഗ്. കൗൺസിലിംഗിന്റെ ബേസിക്സ് ഉണ്ടായിരിക്കണം. വേരിയസ് തിയറട്ടിക്കൽ പെർസ്പെക്ടീവ്സ്, തിയറീസ് അറിഞ്ഞിരിക്കണം. അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റിനെ പറ്റിയുള്ള ധാരണ ഉണ്ടായിരിക്കണം. പേഴ്സണാലിറ്റി, മാലഡാപ്റ്റീവ് ബിഹേവിയർ, സൈക്കോളജിക്കൽ അസസ്മെന്റ് എക്സെട്ര. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ്? കൗൺസിലിംഗിന്റെ ബേസിക്സ് അറിഞ്ഞിരിക്കണം. പിന്നെ തിയറട്ടിക്കൽ പെർസ്പെക്ടീവ്സ്, നമ്മൾ പഠിക്കുന്ന ഈ പറയുന്ന സൈക്കോ അനാലിസിസ്, സൈക്കോ ഡൈനാമിക്, ജെസ്റ്റാൾട്ട്, അങ്ങനത്തെ തിയറീസ് ഇല്ലേ, ആ പറയുന്ന തിയറീസിനെ കുറിച്ച് ധാരണ ഉണ്ടായിരിക്കണം. ഹ്യൂമൻ ഡെവലപ്മെന്റ്, പേഴ്സണാലിറ്റി, മാലഡാപ്റ്റീവ് ബിഹേവിയർ, സൈക്കോളജിക്കൽ അസസ്മെന്റ്, ഇതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിരിക്കണം. വിത്ത് എ സ്പെഷ്യലൈസേഷൻ ഇൻ സ്പെസിഫിക് ഏരിയാസ് ഓഫ് കൗൺസിലിംഗ്. ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസേഷനും കൗൺസിലിംഗിൽ ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞ പോലെ നമ്മൾ CBT, RABT എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് തെറാപ്പി, ബിഹേവിയർ തെറാപ്പി, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസേഷനും കൂടെ ഉണ്ടായിരിക്കണം. ആൻഡ് ട്രെയിനിങ് നീഡ്സ് ടു ഇൻവോൾവ് സൂപ്പർവൈസ്ഡ് പ്രാക്ടീസ് ഇൻ ആക്ച്വൽ ഫീൽഡ് ടു ഗെയിൻ ഫസ്റ്റ് ഹാൻഡ് സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ്. എന്തും കൂടെ വേണം? ട്രെയിനിങ് കൂടെ വേണം. അതായത് ഈ പറഞ്ഞ ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ട്രെയിനിങ്ങും കാര്യങ്ങളും കൂടെ നമുക്ക് അത്യാവശ്യമാണ്. The counselor needs to keep the confidentiality of counseling and ensure that counseling is characterized by benevolence, that is benefit, and welfare of client and non-maleficence. There is no harm to the client. നമ്മൾ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് പറയുന്ന പോലെ കോൺഫിഡൻഷ്യാലിറ്റി, പ്രൈവസി ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യണം. അതേപോലെ തന്നെ ബെനവലൻസ്, ക്ലയന്റിന് ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്. അതേപോലെ തന്നെ നോൺ മാലഫിഷ്യൻസ്, ഇപ്പൊ ഈ ഒരു തെറാപ്പിക്ക് വന്നതുകൊണ്ടോ അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെയ്തതുകൊണ്ടോ ക്ലയന്റിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള ഉറപ്പ് കൊടുക്കുക, അതാണ് മാലഫിഷ്യൻസ്. ഇത്രയും കാര്യങ്ങളും കൂടെ കൗൺസിലേഴ്സ് ശ്രദ്ധിക്കണം. ഇപ്പൊ ഓക്കെ ആണോ? ട്രെയിനിങ് ആൻഡ് പ്രൊഫഷണൽ ആസ്പെക്ട്സ് ഓഫ് കൗൺസിലിംഗ് ആണ് പറഞ്ഞത്. 4 ആസ്പെക്ട്സ് നമ്മൾ പറഞ്ഞു. ഇൻസ്പെക്ഷൻ, രജിസ്ട്രേഷൻ, സർട്ടിഫിക്കേഷൻ, ലൈസൻഷർ. പിന്നെ അടുത്തത് മെയിൻ ആയിട്ട് കുറച്ച് പോയിന്റ്സുകൾ എന്തൊക്കെയാണ്? മെയിൻലി 2 കാര്യങ്ങളാണ് കൗൺസിലർ പ്രിപ്പറേഷന് വേണ്ടത്, അക്കാഡമിക് പ്രിപ്പറേഷനും പ്രാക്ടിക്കൽ സ്കിൽസും. അക്കാഡമിക്കിൽ എന്തുണ്ട്? ബേസിക്സ് ഉണ്ടായിരിക്കും, തിയറട്ടിക്കൽ പെർസ്പെക്ടീവ്സ്, പിന്നെ ഹ്യൂമൻ ഡെവലപ്മെന്റ്, പേഴ്സണാലിറ്റി, മാലഡാപ്റ്റീവ് ബിഹേവിയർ, സൈക്കോളജിക്കൽ അസസ്മെന്റ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെന്താണ്? ഒരു സ്പെസിഫിക് ഏരിയ ഏതെങ്കിലും സ്പെഷ്യലൈസ് ചെയ്തിരിക്കണം. പിന്നെ അടുത്തത് ആക്ച്വലി വേറെ എന്തും കൂടെ വേണം? നമുക്ക് ട്രെയിനിങ് കൂടെ വേണം, അതായത് ഇന്റേൺഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ മസ്റ്റ് ആണ്. പിന്നെ അടുത്തത് കോൺഫിഡൻഷ്യാലിറ്റി, എത്തിക്കൽ സ്റ്റാൻഡേർഡ്സും കൂടെ നോക്കണം. കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ടായിരിക്കണം. ആൻഡ് കൗൺസിലിംഗ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ബെനവലൻസ് ആൻഡ് നോൺ മാലെഫിഷ്യൻസ്. ഓക്കെ ആണല്ലോ? അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ഓക്കെ. Licensure in India. A lack of common curriculum for counseling or psychotherapy training in India, along with the problem of lack of regulation of the profession, draws a grim picture. അതായത് നമ്മുടെ കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ സൈക്കോതെറാപ്പിയുടെ കരിക്കുലം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ അത് റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ശരിക്കും ഇല്ല, കുറവാണ്. അത് റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊഫഷണൽ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്ക് ശരിക്കും കുറവാണ്. ദർ ഇസ് നോ സെൻട്രൽ അക്രഡിറ്റിംഗ് ബോഡി ഓർ പോളിസി ഓഫ് ലൈസൻഷർ അവൈലബിൾ അറ്റ് പ്രസന്റ് ടു റെഗുലേറ്റ് കൗൺസിലിംഗ് ആസ് എ പ്രൊഫഷൻ. കണ്ടോ, കൗൺസിലിംഗ് ഒരു പ്രൊഫഷനായിട്ട് റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു അക്രഡിറ്റിംഗ് ബോഡിയോ ഒരു പോളിസി ഓഫ് ലൈസൻഷറോ നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. വ്യക്തമായിട്ടൊന്ന് കൃത്യമായിട്ട് പറയാനായിട്ടില്ല. ആൻഡ് ഈവൻ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രാക്ടീസസ് ആർ നോട്ട് റെഗുലേറ്റഡ് ബൈ എനി ഗവേണിംഗ് ബോഡി. അതേപോലെ തന്നെ എന്താണ്? എത്തിക്കൽ സ്റ്റാൻഡേർഡ്സും കൂടി ഇതേപോലെ
ഗവേൺ ചെയ്യാനായിട്ട് ഒരു ഓതറൈസ്ഡ് ബോഡി നമുക്ക് ശരിക്കും ഇന്ത്യയിൽ ഇല്ലാതെ വേണം പറയാനായിട്ട്. And although since there are no available check upon private practitioners or their qualifications in India, professionalization of counseling has yet to be established. കേട്ടോ, എന്താണ് ഒരു പ്രൈവറ്റ് പ്രാക്ടീഷണേഴ്സ് ഉണ്ട് വെച്ചെങ്കിൽ അവരുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും കൂടെ ഇവിടെ ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ഇപ്പൊ കുറെ കാര്യങ്ങൾ ഇപ്പൊ അതിലിടയ്ക്ക് ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞ പോലെ കൗൺസിലിംഗ് ആയാലും പിന്നെ ഈ അക്യുപങ്ക്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ അടുത്തിടെ കുറച്ച് ന്യൂസ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവരുടെ ഒക്കെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമ്മുടെ ഇന്ത്യയിൽ ശരിക്കും ഇല്ല. അപ്പൊ ആ ഒരു കൗൺസിലിങ്ങിനുള്ള ഒരു പ്രൊഫഷണലൈസേഷൻ കൊടുക്കാൻ ഇപ്പോഴും അത് എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ ഇനിയും അതിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓൾസോ organizations such as the Rehabilitation Council of India and the Counselor Association of India CAI do indicate a step in that direction. അപ്പൊ ഇവരൊക്കെയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കേണ്ടത്. ഇനിയും കുറെ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ പ്രൊഫഷണലൈസ്ഡ് ആക്കാനുള്ള കുറച്ചുള്ള കാര്യങ്ങൾ കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നമ്മുടെ സൈക്കോളജി ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ നിർത്തലാക്കിയത്. അതിന് ക്വാളിറ്റി പോരാ എന്നുള്ള പറച്ചിലുണ്ട്. പക്ഷെ തിയററ്റിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഗ്നോ ടെക്സ്റ്റ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. മറ്റുള്ള യൂണിവേഴ്സിറ്റികളുടെ ടെക്സ്റ്റ് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇഗ്നോയില് നല്ല രീതിക്ക് പഠിക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡീപ്പായിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഓരോ വേർഡ്സ് അതിൽ എഴുതിയിട്ടുള്ളത്. നമുക്ക് ആവശ്യത്തിൽ കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം. വേറെ ഉള്ള യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് സിലബസ് ഒക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് അതിൽ ഇത്രയും തിയറി കുറവാ. പിന്നെ അത് മാത്രമല്ല, ഇഗ്നോന്റെ ഏത് ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാലും നമ്മൾ PGക്ക് പഠിക്കുന്നത് എന്താണോ അത് UGയിൽ തൊട്ടേ ഉണ്ടായിരിക്കും. UG ഇഗ്നോ പഠിച്ച ഒരാൾക്ക് PG പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. ഇപ്പൊ ഇഗ്നോന്ന് മാറി വേറെ യൂണിവേഴ്സിറ്റിയിൽ പോവുകയാണെങ്കിലും അത് പഠിക്കാൻ ഭയങ്കര ഈസിയാണ്. കാരണം ഇഗ്നോയുടെ ടെക്സ്റ്റ് അങ്ങനെയാണ്, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട്. അപ്പൊ ഇത്രയും നല്ലൊരു സിലബസ് എന്തിനെ ഈ ഒരു ഇതൊന്നും എടുത്തു കളഞ്ഞൊന്നും അറിയില്ല. കാരണം ഈ പറഞ്ഞ പോലെ ആ ഒരു ക്വാളിറ്റി അപ്രൂവ് ചെയ്യാനായിട്ടായിരിക്കാം അത് നിർത്തലാക്കിയത്. ശരിക്കും നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ അക്യുപങ്ക്ചർ അങ്ങനെയുള്ള ഈ ലൊട്ടിലൊടുക്കന്മാര് വന്നിട്ട് കുറെ പണികൾ തരുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യം നല്ലതാണ്, നമുക്ക് അങ്ങനെ വിശ്വസിച്ച് പോവാം. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ലൈസൻഷറിന്റെ കാര്യമാണ് പറഞ്ഞത്. ശരിക്കും ഒരു ഓതറൈസ്ഡ് അക്രഡിറ്റിംഗ് ബോഡി നമുക്ക് കൗൺസിലിങ്ങിന് അല്ലെങ്കിൽ സൈക്കോതെറാപ്പിക്കായിട്ട് ഇല്ല. എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഈ പറഞ്ഞ പോലെ ഗവേൺ ചെയ്യാൻ ഒരു ബോഡി ശരിക്കും ഇല്ല. ആൻഡ് വേറെ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ പ്രാക്ടീഷണേഴ്സിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനുള്ള സിസ്റ്റം കൂടെ കുറവാണ്. ഇനി അടുത്തത് കൗൺസിലിംഗ് ഇൻ ഇന്ത്യ. In India, counselors work in settings such as hospitals, schools, colleges, workplaces, private counseling centers, and may have their own private practice. ഇന്ത്യയിലെ കൗൺസിലേഴ്സ് വർക്ക് ചെയ്യുന്നത് ഈ പറയുന്ന ഏരിയയിലൊക്കെയാണ് അല്ലെ. സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, കോളേജ്, വർക്ക് പ്ലേസ്, പ്രൈവറ്റ് ആയിട്ടുള്ള കൗൺസിലിംഗ് സെന്റേഴ്സ് അവർ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് അഡീഷണലി counselors are trained in varied educational traditions such as social work, psychology, clinical psychology, and psychiatry. ഇനി കൗൺസിലേഴ്സ് ആണെങ്കിലോ അവര് എഡ്യൂക്കേഷണൽ ട്രഡീഷൻസ് പല മേഖലകളിൽ അവർ ട്രെയിനിങ് കഴിഞ്ഞ ആൾക്കാരായിരിക്കും. സൈക്കോളജിയിലെ ക്ലിനിക്കൽ സൈക്കോളജി, സോഷ്യൽ വർക്ക് പഠിച്ചവര് കൗൺസിലേഴ്സ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പൊ MSW പഠിച്ചു കഴിഞ്ഞാൽ കൗൺസിലർ ആവാം. ഇപ്പൊ ഇഗ്നോന്റെ PG പഠിച്ച് അല്ലെങ്കിൽ സൈക്കോളജി പഠിക്കാൻ പറ്റില്ല എന്ന ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് MSW, അതായത് സോഷ്യൽ വർക്ക്. നമുക്ക് അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, കൗൺസിലേഴ്സ് ആയിട്ടിരിക്കാം, കൗൺസിലിംഗ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ സ്കൂളുകളിലൊക്കെ ഒരു പോസ്റ്റ് നിർബന്ധമാക്കി തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ദിസ് ഷെയർഡ് പ്രാക്ടീസ് ആൻഡ് ബ്ലെൻഡിംഗ് ഓഫ് നോളജ് ഡൊമൈൻസ് ഓഫ് കൗൺസിലേഴ്സ് ആൻഡ് അതർ ഹെൽപ്പിംഗ് പ്രൊഫഷൻസ് coupled with the diversity within the counseling profession has on the one hand produced a rich, comprehensive and inclusive field, yet on the other hand it has contributed to a disjointed identity that lacks clear roles and functions. അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ ഒരു കാര്യം എടുത്തു നോക്കിയേ, നമുക്ക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന എല്ലാ മേഖലകളിലും ഉണ്ട് അല്ലെ. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ഈ കൗൺസിലിംഗ് മേഖലകളിലും ഉണ്ട് ആ ഒരു ഡൈവേഴ്സിറ്റി ഉണ്ട്. അപ്പൊ ഒരു ഭാഗം കൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് പ്രൊഡ്യൂസ്ഡ് എ റിച്ച് ആൻഡ് കോംപ്രിഹെൻസീവ് ആൻഡ് ഇൻക്ലൂസീവ് ഫോം. ഭയങ്കര റിച്ചും കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് കിട്ടും. പക്ഷെ മറ്റൊരു തരത്തിൽ നോക്കുകയാണെങ്കിലോ ശരിക്കും ഇറ്റ് ഹാസ് കോൺട്രിബ്യൂട്ടഡ് ടു എ disjointed identity that lacks clear roles and functions. നമുക്ക് അവരുടെ
റോളും ഫങ്ഷൻസും ശരിക്കും എന്താണെന്നുള്ളത് പറയാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പൊ പോസിറ്റീവ് സൈഡ് നോക്കി കഴിഞ്ഞാൽ എങ്ങനെയാ, കൗൺസിലിംഗ് ഫീൽഡ് കൂടുതൽ റിച്ച് ആണ്, ഭയങ്കര കോംപ്രിഹെൻസീവ് ആണ്. നമുക്ക് ഈ ഒരു ഡൈവേഴ്സിറ്റി ഉള്ള കാരണം കൊണ്ട് ഒരുപാട് നോളജ് നമുക്ക് കമ്പൈൻ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അതിന്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് എന്താ, ക്ലിയർ ആയിട്ടൊരു റോൾ ഇല്ല കേട്ടോ. എല്ലാവരും കൗൺസിലേഴ്സ്, അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സ്കൂളായാലും കോളേജ് ആയാലും ഹോസ്പിറ്റൽ ആയാലും എല്ലാവരും കൗൺസിലേഴ്സാണ്, എല്ലാവരും ചെയ്യുന്നത് ഒരേ വർക്ക്. അപ്പൊ അവിടെ ക്ലിയർ ആയിട്ട് ഒരു റോൾ ഇല്ല, ആരുടെ ജോലിയാണ് ഇത് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അപ്പൊ ഒരു ശരിക്കും ആ ഒരു പ്രൊഫഷൻ എന്തില്ല, ക്ലിയർ ആയിട്ടൊരു ഐഡന്റിറ്റി ഇല്ല. Okay, but to be able to better understand the experience of counselors in India, we must examine the cultural context where they practice. അപ്പോൾ ഈ ഒരു നല്ല രീതിക്ക് നമുക്കൊരു ഇന്ത്യയിൽ ഒരു കൗൺസിലിംഗ് നടത്തണമെങ്കിൽ എന്ത് വേണം, കൾച്ചറൽ കോണ്ടെക്സ്റ്റ് അറിഞ്ഞിരിക്കണം. ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് അറിഞ്ഞാൽ മാത്രമേ ഇന്ത്യൻ പീപ്പിൾസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അതല്ലാതെ അമേരിക്കൻ തിയറി പഠിച്ചു, പക്ഷെ നമ്മൾ പഠിക്കുന്നത് അമേരിക്കൻ ബ്രിട്ടൻ തിയറി ഒക്കെയാണ്, പക്ഷെ നമ്മുടെ ടെക്സ്റ്റിൽ പഠിക്കുന്നതിലെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റും കൂടെ അറിഞ്ഞിരിക്കണം. അൺഡൗട്ടഡ്ലി there is growing need for counseling services in India. While the need for counseling in rural parts of the country is not deniable, it must be recognized that counseling in India is a phenomenon more easily available in urban metropolitan areas and is still to penetrate into hinterlands. അപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ ശരിക്കും കുറവാണ്. അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അർബൻ ഏരിയാസ്, മെട്രോപൊളിറ്റൻ ഏരിയാസിലൊക്കെ അവൈലബിലിറ്റി കൂടുതലാണ് അല്ലെ, ഒരുപാട് സൈക്കോളജിസ്റ്റുകളും കൗൺസിലിംഗ് സെന്റേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ അത് കുറച്ചും കൂടെ നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റിൽ ടു പെനിട്രേറ്റ് ഇൻ ടു ദ ഹിന്റർലാൻഡ്സ്, ഗ്രാമപ്രദേശങ്ങളിലും കൂടെ നമുക്കത് കൊണ്ടുവരണം. മെനി ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഒരാളെ ഹലോ പോയില്ലേ, ഇപ്പൊ എങ്ങനെയുണ്ട്, ഇപ്പോഴും ഇല്ല വോയിസ്? ഇപ്പൊ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. കാണിച്ചു. വീണ്ടും പോയിട്ടുണ്ട് കേട്ടോ മാം, കേൾക്കുന്നില്ല.
ഓഡിബിൾ ആണോ? യെസ്. കാലാവസ്ഥ ശരിയല്ലാത്തത് കൊണ്ടാവണം എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കറന്റ് എന്ത് ചെയ്യുന്നുണ്ട്? സൈക്കോളജി ട്രെയിനിങ്ങുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. സൈക്കോതെറാപ്പി, കൗൺസിലിംഗ് അങ്ങനെയൊക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. റിസർച്ച് സജസ്റ്റ് ദാറ്റ് ദ നമ്പർ ഓഫ് പ്രൊഫഷണലി ക്വാളിഫൈഡ് കൗൺസിലേഴ്സ് ഈസ് ഫാർ ലെസ് ദാൻ വുഡ് അഡിക്വേറ്റ്ലി മീറ്റ് ദ നീഡ്സ് ഓഫ് ദ പോപ്പുലേഷൻ. റിസർച്ച് പറയുന്നത് എന്താ? പോപ്പുലേഷൻ അനുസരിച്ചുള്ള ഒരു